ഇഫക്റ്റീവ് പാരന്റിങ്ങിലേക്ക് ഒരു കൊച്ചു ടിപ്പ്. ഞാൻ സിനി ഡൊമിനിക് ഫ്രം ഏഞ്ചലിക് മൈൻഡ് കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിങ് സെന്റർ. നമ്മുടെ കുഞ്ഞുങ്ങള് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന രണ്ടിടങ്ങളുണ്ട്: വിദ്യാലയവും അതുപോലെ നമ്മുടെ വീട്. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുവാനും അറിവ് സമ്പാദിക്കുവാനും സാധ്യതയുള്ളതും പാരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നുമാണ്. ഒരു കൊച്ചു സംഭവം. ഒരു കുട്ടി ഒരു ഇന്റർവ്യൂവില് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സാറിനോട് ഒരു ചോദ്യം ചോദിച്ചു. സർ അനേകം പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്, എന്നാൽ സാറിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരാണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് എന്നെ 5ാം ക്ലാസ്സിലെ ഒരു പക്ഷി എങ്ങനെയാണ് പറക്കുക എന്ന് പഠിപ്പിച്ച ആ ടീച്ചറായിരുന്നു. ആ ടീച്ചർ എന്നിലെ ഒരു പക്ഷി പറക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഛായാചിത്രം, മായാത്ത ഒരു ചിത്രം എന്നിൽ രൂപപ്പെടുത്തി. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ലോങ് വിഷന് കൂടിയാണ് എന്നിൽ രൂപപ്പെടുത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട പാരൻസ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുവാനായിട്ട് കഴിയുന്നത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ലോങ് വിഷൻ, അതിനുള്ളൊരു സീഡ് നമുക്ക് അവരിലെ വിതയ്ക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഗോൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ടോ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ടോ അവരുടെ പുറകെ നടക്കേണ്ടി വരില്ല. ഇതിലേക്കായി ഒരു കൊച്ചു ടിപ്പ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. മാസത്തിലെ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു ചരിത്ര സംഭവമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഒരു പരീക്ഷണത്തെയോ ഒരു ഡിസ്കവറിയോ ഏതെങ്കിലും ഒരു വസ്തുതയെ കുറിച്ച് നല്ല അവബോധത്തോടു കൂടി ഒരു അരമണിക്കൂർ സമയം ആ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ചർച്ചയിൽ ഏർപ്പെടുക. അത് തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളിലെ ഒരു മായാത്ത ഒരു അനുഭവം, മായാത്ത ഒരു ചിത്രം സൃഷ്ടിക്കത്തക്ക വിധത്തില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുക. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അതിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. ഇത് അവരിലെ നല്ലൊരു വിഷൻ ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ നല്ല നല്ല വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായകമാകും. തീർച്ചയായിട്ടും നല്ല പാരന്റിങ് ആൻഡ് ടീച്ചിങ് ട്രെയിനിങ് സെഷൻസിന് വേണ്ടി ഏഞ്ചലിക് മൈൻഡ് നിങ്ങളോട്